വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം? ഏതൊക്കെയാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ രണ്ട് ടൈപ്സ്? ഓപ്പൺ ലൂപ്പ്, ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ, ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പാണ്, ക്ലോസ്ഡ് ലൂപ്പാണ്, ഓപ്പൺ ലൂപ്പാണ് അല്ലെ. അപ്പോ ഈ ഫീഡ്ബാക്ക് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഔട്ട്പുട്ടിലുള്ള വേരിയേഷൻസിനെ ഇൻപുട്ടിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് അഡാപ്റ്റബിലിറ്റി ആർക്കുണ്ട്? ക്ലോസ്ഡ് ലൂപ്പിനുണ്ട് അല്ലെ. ഓപ്പൺ ലൂപ്പിന് ആ അഡാപ്റ്റബിലിറ്റി ഇല്ല. ഓക്കെ, ഓപ്പൺ ലൂപ്പ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ എ ടൈമർ. ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിൽ അത് റൺ ആവുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ഇൻപുട്ട് ടോട്ടലി അൺഅവെയർ ആണ്. ഓക്കെ, സോ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പൺ ലൂപ്പ് ആൻഡ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം? അപ്പൊ ആദ്യം നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഓക്കെ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ. ഇത് വളരെ ഒബീവിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അല്ലെ. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിരിക്കല്ലേ സിമ്പിൾ? കാരണം എന്തുകൊണ്ടാണ് സിമ്പിളും എക്കണോമിക്കലും ആവുക? എന്തുകൊണ്ടായിരിക്കും? എനി റീസൺ? അവിടെ ഫീഡ്ബാക്ക് വരുന്നോണ്ട് നോക്കൂ, ഇതിപ്പോ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണ്, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്. ഇപ്പൊ ഇവിടെ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ കോസ്റ്റ്ലി ഡീഡ്. ഓക്കെ, അപ്പൊ അത് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി കൂട്ടും. ഫീഡ്ബാക്ക് വരുമ്പോൾ അതിന്റെ കോസ്റ്റും കൂട്ടും. ഓക്കെ, ദെൻ ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ ഈസിയർ ടു കൺസ്ട്രക്ട്. അത് ഇത് തന്നെ, ഈ പോയിന്റ് തന്നെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഈസിയർ ടു കൺസ്ട്രക്ട്. ദെൻ ജനറലി ദ ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ സ്റ്റേബിൾ. ഓക്കെ, ഇത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ലെസ് സ്റ്റേബിൾ ആവാനാണ് സാധ്യത കൂടുതൽ. നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി പ്രോബ്ലം നമ്മൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓസിലേറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഓസിലേറ്റേഴ്സ് കണ്ടിട്ടില്ലേ? നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഓസിലേറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടില്ല? ഡിസൈൻ ചെയ്തേന്. ഏതൊക്കെ ഓസിലേറ്റേഴ്സ് ഡിസൈൻ ചെയ്തു സർക്യൂട്ട്സില്? പിന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ അല്ലെ? ഓസിലേറ്റർ, റിലാക്സേഷൻ ഓസിലേറ്ററുകൾ, അങ്ങനെ ഒരുപാട് ഓസിലേറ്റേഴ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ഓസിലേറ്റർ ഡിസൈനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സം ക്രൈറ്റീരിയ അല്ലെ? അതൊരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ആ ക്രൈറ്റീരിയന്റെ പേര്? ഫോർ സസ്റ്റൈൻഡ് ഓസിലേഷൻ സിസ്റ്റം എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ക്രൈറ്റീരിയാസ്. അപ്പോൾ നമ്മളൊരു നോർമൽ സിസ്റ്റം ഡിസൈനിനകത്ത് യൂസ് ചെയ്യാത്ത പല കൺസിഡറേഷൻസും ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വരുമ്പോൾ അവിടെ കൺസിഡർ ചെയ്യണം. ഓസിലേറ്റേഴ്സിന് ഫീഡ്ബാക്ക് ഉണ്ടെന്ന് അറിയാലോ. ഏതുതരം ഫീഡ്ബാക്ക് ആണ് ഓസിലേറ്ററിൽ ഉള്ളത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മള് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഓസിലേറ്റർക്കും ഇതിലൊന്നും പോയില്ലെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഫീഡ്ബാക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ പോയിന്റ്, ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ മോർ സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്, the open loop systems are totally unaware about the outcome of that system. Okay, so that is inaccurate and unreliable. Inaccurate ആണ്, unreliable ആണ്. Okay, the changes in the output due to external disturbance are not corrected automatically. Okay, അപ്പോ ഇതില് ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസുകൾ, ഓക്കെ, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്? സിൻസ് ഇറ്റ് ഈസ് അൺഅവെയർ അബൌട്ട് ദി ഔട്ട്കം. എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് ഈ സിസ്റ്റം അൺഅവെയർ ആയിരിക്കും. ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, സിൻസ് ദർ ഇസ് നോ ഫീഡ്ബാക്ക് ഇല്ല, ദർ ഇസ് നോ മീൻസ് ടു ഐഡന്റിഫൈ ഫോർ ദ ഇൻപുട്ട് അബൌട്ട് ദി ഔട്ട്പുട്ട്. Okay, so that are the disadvantages of open loop system. Then
What are the advantages of closed loop system? ഇത് ക്ലിയർ അല്ലേ? ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ക്ലിയർ ആണ് സാർ. Clear answer. Okay. Then advantages of closed loop system. The closed loop systems are accurate. അപ്പൊ ആദ്യത്തതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെ ഇനാക്യുറേറ്റ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ആക്യുറേറ്റ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഫീഡ്ബാക്ക് ഉണ്ട്, ഔട്ട്പുട്ടിനെ കുറിച്ച് അറിയാൻ പറ്റും, ആക്യുറസി കൂടുതലാണ്. The closed loop systems are accurate even in the presence of non-linearity. ഫസ്റ്റ് പോയിന്റിന്റെ ഒരു സബ് പോയിന്റ് ആണ് നോൺ ലീനിയാരിറ്റിയോ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസുകളോ ഒക്കെ വരുമ്പോഴും the system is more accurate. Okay, then the sensitivity of the system may be made small to make the system more stable. Okay, അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി പ്രോബ്ലം ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ലെസ് സ്റ്റേബിൾ ആണ്. അപ്പൊ ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ മോർ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അതിന്റെ സെൻസിറ്റിവിറ്റി കുറക്കുക എന്നാണ്. ഓക്കെ, സെൻസിറ്റിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാൾ ഹൈലി സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ഓക്കെ, ഫോർ സ്മോളർ ഇൻപുട്ട് ഇറ്റ് സെൽഫ് ഇറ്റ് പ്രൊവൈഡ് ബെറ്റർ ഔട്ട്പുട്ട്. ഓക്കെ, ആ ചെറിയ ഇൻപുട്ടുകൾക്ക് തന്നെ അത് ഔട്ട്പുട്ട് തരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സെൻസിറ്റീവ് ആണ്. ഓക്കെ, സ്മോളർ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഇറ്റ് സെൽഫ് ഇഫ് ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ദാറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്, ഇഫ് നോട്ട് ദാറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ്. അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി വി റെഡ്യൂസ് ഇറ്റ്സ് സെൻസിറ്റിവിറ്റി. ദെൻ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് ആർ ലെസ് അഫക്റ്റഡ് ബൈ നോയ്സ്. ഓക്കെ, ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റംസ് നോയ്സിന്റെ പ്രോബ്ലം ഇവിടെ കുറവായിരിക്കും. ഓക്കെ, അത് നമ്മൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫർദർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ disadvantages of closed loop system. The closed loop systems are complex and costly. അപ്പോൾ സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ അല്ല ഇവിടെ, this is complex and costly. Then feedback in closed loop system may lead to oscillatory response. Oscillatory response എന്ന് പറഞ്ഞാൽ എന്താണ്? Oscillatory response എന്ന് പറഞ്ഞാൽ unstable response, അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെസ്പോൺസ്. ഓസിലേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയിങ്, ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്പോൺസുകൾ, ഇതിനെയാണ് ഓസിലേറ്ററി റെസ്പോൺസ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരത്തിലുള്ള റെസ്പോൺസ്, അതായത് നമുക്ക് വേണ്ട ഔട്ട്കം ഒരു കോൺസ്റ്റന്റ് റെസ്പോൺസ് ആണെങ്കിലും നമുക്ക് പകരം ക്ലോസ്ഡ് ലൂപ്പിൽ ഇത്തരത്തിലുള്ള ഓസിലേറ്ററി റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫീഡ്ബാക്ക് ഇൻ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. ദെൻ ദ ഫീഡ്ബാക്ക് റെഡ്യൂസസ് overall gain. Feedback reduces overall gain of the system, and stability is a major problem in closed loop system, and more care is needed to design stable closed loop system. നമ്മൾ പറഞ്ഞ പ്രോബ്ലം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സമ്മറൈസിങ്, ഓപ്പൺ ലൂപ്പ് സിസ്റ്റംസ് ആർ സിമ്പിൾ ബട്ട് ആൻഡ് എക്കണോമിക്കൽ, ഈസിയർ ടു കൺസ്ട്രക്ട്, ബട്ട് ദാറ്റ് ആർ inaccurate and unreliable. Okay, on the other hand, closed loop systems are accurate, they are more less affected by noise. Okay, but the systems are complex, they are costly, and the stability is very low as compared to open loop systems. These are the difference between open loop system and closed loop system. Okay, ഇത് കൺവെൻഷനലി എല്ലാ എക്സാമിനും ചെറിയ മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് ഐഡന്റിഫൈ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാവ് ഫീഡ്ബാക്ക്, അതിന് ഫീഡ്ബാക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക്? ഏതെല്ലാം തരം ഫീഡ്ബാക്കുകളാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്? ഓക്കെ, ഒരു ചെറിയ ഒരു ഓഫ് ഷൂട്ടിലോട്ട് പോവാണ്. അപ്പൊ ഏതൊക്കെ തരം ഫീഡ്ബാക്കുകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? ആംപ്ലിഫയറും ഓസിലേറ്ററും എടുത്താൽ തന്നെ നമുക്കറിയാം, ഒന്ന് ആംപ്ലിഫയേഴ്സിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും ഓസിലേറ്റേഴ്സിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമിലർലി നമ്മൾ എല്ലാ കൺട്രോൾ സിസ്റ്റംസ് എടുത്താലും അതിൽ രണ്ട് തരം ഫീഡ്ബാക്കുകളാണ് ഉള്ളത്. ഒന്ന് നെഗറ്റീവ് ഫീഡ്ബാക്ക്, സെക്കൻഡ് വൺ പോസിറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും തമ്മിലുള്ള വ്യത്യാസം? ഈ കാണിച്ചിട്ടുള്ളത് രണ്ട് ബ്ലോക്ക് ഡയഗ്രാംസ് ആണ്. ഇതാണ് രണ്ട് ബ്ലോക്ക് ഡയഗ്രാംസ്. ഓക്കെ,
സോ ദിസ് ഇസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്താ? നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും. ഇവിടെ ഈ ജി എന്ന് കാണിച്ചിട്ടുള്ളത് ഫീഡ് ഫോർവേഡ് ഗെയിൻ ആണ്. ഓക്കെ, ഫീഡ് ഫോർവേഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലോട്ട് ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ. ഓക്കെ, ദെൻ എച്ച് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഗെയിൻ ആണ്, ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്, ഓർ ഫീഡ്ബാക്ക് ഗെയിൻ രണ്ടും വിളിക്കാം. സോ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗെയിൻ ആണ് എച്ച് എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ, കണക്ഷൻ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇല്ലാത്ത നിങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്? ഇവിടെ എന്താണ് വ്യത്യാസം? രണ്ടിലും ജി ഉണ്ട്, എച്ച് ഉണ്ട്. Then where lies the difference between negative and positive feedback? നെഗറ്റീവ് ഫീഡ്ബാക്കിൽ എന്താ സംഭവിക്കുന്നത്? ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത സിഗ്നൽ. ഓക്കെ, ഇവിടെ ഇഫ് ദിസ് സിഗ്നൽ ഈസ് സി ഓഫ് എസ്, ഈ സി ഓഫ് എസ് എച്ച് എന്ന് പറയുന്ന ബ്ലോക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ഓക്കെ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം, ഇത് സി ആണെന്ന് അല്ലെ, ഇത് സി ഓഫ് എസ് ആണ്. എസ് എന്ന് പറയുന്നത് ലാപ്ലാസ് ഡൊമൈനിലാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എസ് കാണിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് സി, ഇത് ഇവിടെ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവുക? ഈ ബ്ലോക്കിന്റെ ഇപ്പുറത്ത് സി ഇൻറ്റു എച്ച് ആയിരിക്കും. മനസ്സിലായോ? ഒരു ബ്ലോക്കിലൂടെ, ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ ഒരു ബ്ലോക്കിലൂടെ പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്കിന്റെ ഗെയിനുമായിട്ട് അതിനെ, ആ ഇൻപുട്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ആണ്, ഇവിടെ എ ആണ്, ഈ ജിയിലൂടെ പാസ് ചെയ്തു. ഇവിടെ എന്താ ഉണ്ടാവുക? എ ഇൻറ്റു ജി ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ? എ ഇൻറ്റു ജി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഈ സി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ. ഈ ഫീഡ്ബാക്ക് സിഗ്നലിനെ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്. ആ ഇൻപുട്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇൻപുട്ടിൽ നിന്ന് ഫീഡ്ബാക്ക് ചെയ്തു വരുന്ന സിഗ്നലിനെ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദിസ് ഇസ് നോൺ ആസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ക്ലിയർ ആണോ? ഫീഡ്ബാക്ക് എന്താണ്? ഈ ഫീഡ്ബാക്ക് ചെയ്ത് വരുന്ന സിഗ്നലിനെ ഇൻപുട്ട് സിഗ്നലുമായിട്ട് ആഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണ്. ഇൻപുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാണ് ഫീഡ്ബാക്ക് വഴി ചെയ്യുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇവിടെ ഇൻപുട്ടിനെ റെഡ്യൂസ് ചെയ്യാണ് ഫീഡ്ബാക്ക് വഴി. ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ്. Okay, so these are the difference between negative and positive feedback. Now, ഇനി ഇങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തു, ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്താൽ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ദിസ് ഫീഡ്ബാക്ക്? എന്തെല്ലാം എഫക്ട്സ് ആണ് ഈ ഫീഡ്ബാക്ക് ആ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്കുകളിൽ ഉണ്ടാക്കുന്നത്? ഓക്കെ, നമ്മൾ യൂഷ്വലി ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ടു റെഡ്യൂസ് സിസ്റ്റം എറർ. സിസ്റ്റത്തിന്റെ എററിനെ റെഡ്യൂസ് ചെയ്യാനാണ്. സിസ്റ്റത്തിന്റെ എററിനെ റെഡ്യൂസ് ചെയ്യാൻ മീൻസ് ടു ഇംപ്രൂവ് ദ ആക്യുറസി. ആക്യുറസിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ആക്യുറസിനെ കൂട്ടുന്ന സമയത്ത് ആക്യുറസിയിൽ മാത്രമല്ല അതിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്, വേറെ കുറെ സിസ്റ്റം ക്യാരക്ടറിസ്റ്റിക്സുകളിലും ഇത് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സിസ്റ്റം പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി, ദെൻ ബാൻഡ്വിഡ്ത്ത്, ഓവറോൾ ഗെയിൻ, ഇംപിഡൻസ്, സെൻസിറ്റിവിറ്റി. ഇങ്ങനെ എല്ലാ സിസ്റ്റം പാരാമീറ്റേഴ്സിലും ഈ ഫീഡ്ബാക്കിന് ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫ്യൂ തിങ്സ് എന്തെല്ലാം എഫക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊന്ന് കൺട്രോൾ സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് തിങ്, എഫക്റ്റ് ഓഫ് ഫീഡ്ബാക്ക് ഓൺ ഓവറോൾ ഗെയിൻ ഓഫ് ദി സിസ്റ്റം. നമ്മൾ 3 കാര്യങ്ങളിലുള്ള എഫക്റ്റ് ആണ് നോക്കുന്നത്. ഒന്ന് എഫക്റ്റ് ഓൺ ഗെയിൻ, എഫക്റ്റ് ഓൺ സ്റ്റെബിലിറ്റി, ദെൻ എഫക്റ്റ് ഓൺ എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ നോയ്സിൽ ഉണ്ടാവുന്ന എഫക്റ്റ്.
ഈ 3 എഫക്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ്, what is the effect of feedback on overall gain of the system? ഗെയിനിൽ എന്ത് മാറ്റാണ് ഫീഡ്ബാക്ക് ഉണ്ടാക്കുക? നിങ്ങൾക്ക് ഒബീവിയസ്ലി പറയാൻ പറ്റും ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. ഓക്കെ, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആംപ്ലിഫയേഴ്സ്. ആംപ്ലിഫയറിന്റെ ഗെയിന് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? സന, ചോദ്യം കേട്ടില്ലേ? ഒന്നുകൂടെ പറയോ? ഒരു ആംപ്ലിഫയറിന്റെ ഗെയിന് നമ്മള് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് അത് കൂടുകയാണോ ചെയ്യുക കുറയാണോ ചെയ്യുക? വെദർ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഏത് ഫീഡ്ബാക്കാന്ന് പറയുന്നത്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. കുറയാണോ ചെയ്യാ? അല്ലേ, കുറയാണ് ചെയ്യാ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത് കുറയുന്നത്? അതിനെന്തെങ്കിലും മാത്തമാറ്റിക്കലി പ്രൂഫ് ഉണ്ടോ? അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒരുപാട് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ പ്രൂഫ് ഒന്നല്ല. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഗെയിന് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒരു ആംപ്ലിഫയറിന്റെ കേസിലാണ് നമ്മൾ കുറയാന്ന് പറഞ്ഞത്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഞാൻ അവസാനം കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് മാത്തമാറ്റിക്കലി എങ്ങനെ നോക്കാം? ഓക്കെ, ഒരു സിമ്പിൾ അനാലിസിസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിന്റെ ഇൻപുട്ട് സിഗ്നൽ, അതായത് റെഫറൻസ് സിഗ്നൽ R ആണ്. ദിസ് ഇസ് E ഈസ് എറർ സിഗ്നൽ, Y ഈസ് ഔട്ട്പുട്ട് സിഗ്നൽ, B ഈസ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്പീഡ് കൂടുതലാണോ? അല്ല സർ, പറ്റുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സിഗ്നൽ ഇപ്പൊ B എന്ന് പറയുന്ന സിഗ്നലും Y എന്ന് പറയുന്ന സിഗ്നലും തമ്മിൽ റിലേഷൻ എന്തായിരിക്കും? ഈ Y ഈ H എന്ന് പറയുന്ന ബ്ലോക്കിലൂടെ പാസ് ചെയ്തിട്ടാണ് B ആയത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ B ആൻഡ് Y? മനാഫ് പറ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒരു സിഗ്നൽ ഒരു ബ്ലോക്കിലൂടെ പാസ് ചെയ്തു, എന്നിട്ട് അടുത്ത സിഗ്നലായി. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലും തമ്മിലുള്ള റിലേഷൻ എന്താ? B ഈക്വൽ ടു Y into H. സിമിലർലി Y ഈക്വൽ ടു Yയും Eയും തമ്മിലുള്ള റിലേഷൻ എന്താ? Y ഈക്വൽ ടു E into G. Isn't it? ക്ലിയർ അല്ലേ? ഇത് ഈ ജിയിലൂടെ പാസ് ചെയ്ത് Y ആയി. ദാറ്റ് മീൻസ് Y ഈക്വൽ ടു E into G. സിമിലർലി Y ആണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തത്, Y ആണ് നമ്മൾ ഔട്ട്പുട്ട്. അത് H എന്ന് പറയുന്ന ഒരു ബ്ലോക്കിലൂടെ പാസ് ചെയ്തു. ആ ബ്ലോക്കിന്റെ ഗെയിൻ H ആണ്, ക്യാപിറ്റൽ H ആണ്. അങ്ങനെ അത് ഫീഡ്ബാക്ക് സിഗ്നൽ B ആയി. അങ്ങനെയാണ് B ഈക്വൽ ടു Y into H. ഇനി ആറും R B E ഈ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഇതൊരു സമ്മറാണ്. ഈ സമ്മറിൽ R പ്ലസ് ആണ്, B മൈനസ് ആണ്. ഇത് രണ്ടും കൂടി സം ചെയ്തതാണ് E എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ E ഈക്വൽ ടു R മൈനസ് B അല്ലേ? E ഈക്വൽ ടു R മൈനസ് B. നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് സിഗ്നലിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ബ്ലോക്കിലൂടെ പാസ് ചെയ്തതിൽ ആ ബ്ലോക്കുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സമ്മർ വന്നാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടിന്റെ സൈന് നോക്കുക. ഓക്കെ, R പ്ലസ് ആണ്, സോ R. B മൈനസ് ആണ്, സോ R മൈനസ് B. സോ ആ സമ്മേഷൻ റിസൾട്ട് R മൈനസ് B എന്നായിരിക്കും. E ഈക്വൽ ടു R മൈനസ് B. ഇതാണ് നമുക്ക് കിട്ടുന്ന മൂന്ന് റിലേഷൻസ്. ഒന്നാമത്തെ റിലേഷൻ Y ഈക്വൽ ടു G ഇൻറ്റു E. നമ്മൾ ഇവിടെ പറഞ്ഞ റിലേഷൻ Y ഈക്വൽ ടു G ഇൻറ്റു E. Okay, then B equal to Y into H. B equal to Y into H. Is it clear? Then third one, E equal to R minus B. ഈ മൂന്നും നമുക്ക് ഇവിടുന്ന് ഡയറക്ട്ലി കിട്ടില്ലേ?
ഇനി ഈ തേർഡ് ഇക്വേഷൻ ഇ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ബി ആണ്. ഓക്കെ, അതില് ഫസ്റ്റ് ഇക്വേഷൻ ബിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗെയിനിലുള്ള ഫീഡ്ബാക്കിന്റെ എഫക്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഈ 3 റിലേഷൻസ് എടുത്തു. അതില് മൂന്നാമത്തെ എററിന്റെ ഇക്വേഷനിൽ ബിക്ക് പകരം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ y ഇൻറ്റു എച്ച് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ ഈക്വൽ ടു ആർ മൈനസ് വൈ ഇൻറ്റു എച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് ഇക്വേഷൻ. ഇനി ഈ ഫോർത്ത് ഇക്വേഷനില് ആർ എന്ന് പറയുന്നിടത്ത് y എന്ന് പറയുന്നിടത്ത് നമുക്ക് g ഇൻറ്റു ഇ എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇ ഈക്വൽ ടു ആർ മൈനസ് വൈക്ക് പകരം g ഇൻറ്റു ഇ ഇൻറ്റു എച്ച്. y ഈക്വൽ ടു g ഇൻറ്റു ഇ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഇക്വേഷൻ 2. ഓക്കെ, സോ ഇ ഈക്വൽ ടു ആർ മൈനസ് ജി ഇൻറ്റു ഇ ഇൻറ്റു എച്ച്. സോ നമ്മൾ ആദ്യം ചെയ്തത് ഈ ഇക്വേഷനിൽ തേർഡ് ഇക്വേഷനിൽ ബിക്ക് പകരം y ഇൻറ്റു എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആർ ഈക്വൽ ടു ആർ മൈനസ് വൈ ഇൻറ്റു എച്ച്. ഓക്കെ, ദെൻ ഈ വൈക്ക് പകരം സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് ജി ഇൻറ്റു ഇ. അത് ഈ വൈക്ക് പകരം ജി ഇൻറ്റു ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ ഈക്വൽ ടു ആർ മൈനസ് ജി ഇൻറ്റു ഇ ഇൻറ്റു എച്ച്. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാണ്. ഈ ഉള്ള ടേംസിനൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. സോ ഇ പ്ലസ് ജി ഇൻറ്റു ഇ ഇൻറ്റു എച്ച് ഈക്വൽ ടു ആർ. ഇനി ഇ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു. ഇ ഈക്വൽ ടു 1 പ്ലസ് ജി എച്ച് ഈക്വൽ ടു ആർ. ഓക്കെ, അപ്പൊ ആറിന്റെ ഇക്വേഷൻ ഇ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് എന്ന് കിട്ടി. ഇനി നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇതിന്റെ ഓവറോൾ ഗെയിൻ, ഈ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഔട്ട്പുട്ട് ബൈ ഓവറോൾ ഔട്ട്പുട്ട് ബൈ ഓവറോൾ ഇൻപുട്ട് ആണ്. വാട്ട് ഈസ് ഓവറോൾ ഔട്ട്പുട്ട്? y ആണ് ഓവറോൾ ഔട്ട്പുട്ട്. ഓവറോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ആർ ആണ്. ഓക്കെ, അപ്പോ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y ബൈ ആർ ആയിരിക്കും. ഓക്കെ, വൈന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം, y ഈക്വൽ ടു ജി ഇൻറ്റു ഇ ആണെന്ന് സെക്കൻഡ് ഇക്വേഷൻ അറിയാം. ദെൻ ആറിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തുണ്ടാക്കി. ആർ ഈസ് ഇ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് എന്ന് കിട്ടി. ഇത് രണ്ടും ഈ വൈന്റെ സ്ഥാനത്ത് ജി ഇൻറ്റു ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആറിന്റെ സ്ഥാനത്ത് ഇ ഇൻറ്റു 1 പ്ലസ് ജി എച്ച് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് എം ഓവറോൾ ഗെയിൻ എം ഈസ് ഈക്വൽ ടു ജി ബൈ 1 പ്ലസ് ജി എച്ച്. ഈ രണ്ടും ക്യാൻസൽ ആയി പോകും. ക്ലിയർ ആണോ? ജി ബൈ 1 പ്ലസ് ജി എച്ച് എങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണോ? ഓക്കെ, സോ ഒരു ഫീഡ്ബാക്കും ഇല്ലെങ്കിൽ എന്തായിരുന്നു ഗെയിന്? ഇവിടെ ഫീഡ്ബാക്ക് ഒന്നുമില്ല, ഈ പോർഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഗെയിന്? അല്ലെങ്കിൽ ഈ എച്ച് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ പോർഷൻ ഇല്ല എന്ന് പറയുന്നതിന് ഈക്വലന്റാ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗെയിന്? y ബൈ ആർ ഈസ് ഈക്വൽ ടു എത്രയാണത്? ജി ആണ് അല്ലെ? y ബൈ ഇ എന്ന് പറഞ്ഞാല് ജി അല്ലേ? y ഈക്വൽ ടു ഇ ഇൻറ്റു ജി. സോ y ബൈ ഇ ഈസ് ഈക്വൽ ടു മനസ്സിലാവേണ്ട എന്താണ്? അതെ, ഈ കേസിൽ ഇ ആർ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് തൽക്കാലം ആർ എന്ന് വിളിക്കാം. സോ y ബൈ ആർ. ഓക്കെ, അങ്ങനെ തന്നെ വിളിക്കാം. y ബൈ ആർ ഈക്വൽ ടു എന്ത് കിട്ടും? ജി എന്ന് കിട്ടും. അപ്പൊ ഫീഡ്ബാക്ക് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഗെയിൻ എന്തായിരുന്നു? ഓവറോൾ ഗെയിൻ എന്ന് പറഞ്ഞാല് ജി ആയിരുന്നു. അപ്പൊ ഫീഡ്ബാക്ക് വന്നപ്പോ നമ്മളെ ഗെയിൻ എച്ച് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് ഗെയിൻ ഉള്ള ഒരു ഫീഡ്ബാക്ക് പാത്ത് വന്നപ്പോ നമ്മുടെ ഗെയിൻ എന്തായിട്ട് മാറി? ജി ബൈ 1 പ്ലസ് ജി എച്ച് ആയിട്ട് മാറി. മനസ്സിലാവുണ്ടോ? അപ്പോ ഒരു ജി മാത്രമുള്ള സമയത്ത് ഗെയിന് ജി ആയിരുന്നു. ദെൻ ഒരു എച്ച് കൂടി അഡീഷണലി വന്നപ്പോ എന്ത് സംഭവിച്ചു? ഗെയിന് ജി ബൈ 1 പ്ലസ് ജി എച്ച് ആയി മാറി. ഇനി പറയോ, ഈ ഗെയിന് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത് ഫീഡ്ബാക്ക് വരുമ്പോ? കുറയാണ്. ഒരു ഒബീവിയസ് തോട്ട് എന്താണ്? ഈ ജി എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ജി കുറയാണ് ചെയ്യുക. കാരണം 1 പ്ലസ് എ പോസിറ്റീവ് വാല്യൂ, അതെന്തായിരിക്കും? 1-നേക്കാളും കൂടുതൽ ഉള്ള ഒരു വാല്യൂ ആണ്.
മനസ്സിലാവുണ്ടോ? 1ലേക്കാളും കൂടിയ ഒരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ വാല്യൂ ഒബിയസ്ലി കുറയാണ് ചെയ്യാം. അല്ലേ? എക്സാമ്പിൾ വേണോ? വേണ്ട, കുറേ ചെയ്യാം. 10 ആണ് നോക്കൂ. ഓൾസോ ജി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ആണെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? 10/1 + 1 ദാറ്റ് ഈസ് 2. 10/2 വരും. വാല്യൂ എന്തായി? 5 ആയി. അപ്പൊ 10 ഉള്ളത് നേരെ ഹാഫ് ആയി ജി എച്ച് 1 ആണെങ്കിൽ. മനസ്സിലായോ? ഇനി ജി എച്ച് എപ്പോഴും പോസിറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ്. ജി ആൻഡ് എച്ച് ആർ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ്. ഏത് ഫ്രീക്വൻസിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ചില ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ ഈ ജി എച്ച് എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് മേ ബി നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് ആവുന്ന കേസിൽ ദ ഓവറോൾ ഗെയിൻ ഡ്യൂ ടു ഫീഡ്ബാക്ക് വിൽ ഇൻക്രീസ്. അപ്പൊ നമ്മൾ ആംപ്ലിഫയറിന്റെ കേസിൽ അത് കുറയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച്, ആർ എഫ് റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ജി എച്ച് ഉള്ള റേഞ്ചാണ്. സോ ദ ഓവറോൾ ഗെയിൻ വിൽ റെഡ്യൂസ്. ഇതേ സംഗതി ഓക്കെ, ഇതേ സംഗതി ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ ഗെയിൻ എന്തായിരിക്കും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആകുമ്പോൾ G/1 + GH ആണ്. ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലോ ഇതേ ഡെറിവേഷൻസ് ഒക്കെ ചെയ്തു നോക്കൂ, എന്ത് കിട്ടും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയാ മാറ്റം വരിക? ഏത് ഇക്വേഷനിൽ മാത്രം മാറ്റം വരിക? y = G × E. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ പോസിറ്റീവ് ആവുമ്പോ? ഇല്ലല്ലോ. B = Y × H. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആവുമ്പോ? ഇല്ല. ഇല്ല. തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? തേർഡിൽ പ്ലസ് ആവും, R - B ക്ക് പകരം R + B വരും. ഓക്കെ, അപ്പോ ഈ ഇക്വേഷനിൽ R + B ആയിരിക്കും. അപ്പോ ഇത് പ്ലസ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? പ്ലസ് ആവും. ഓക്കെ, ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദിസ് വിൽ ബി മൈനസ്. E - G × E × H × R എന്ന് വരും. അപ്പോ ഇത് മൈനസ് ആവും. ഇത് മൈനസ് ആവുമ്പോ G/1 - GH വരും. ക്ലിയർ ആണോ? അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആവുമ്പോ G/1 + GH ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോ ഓവറോൾ ഗെയിൻ G/1 - GH ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന ചില കാര്യങ്ങളിൽ ഈ ഒരു ഇതാവശ്യമാണ്. നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കിട്ടിയാൽ എങ്ങനെ അതിനെ ചെറുതാക്കാം, റെഡ്യൂസ് ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ ഇൻഫോർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ G/1 + GH ആയിരിക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ G/1 - GH ആയിരിക്കും. ഇത് ക്ലിയർ ആണ്? ആർക്കും ഡൗട്ടുകളൊന്നുമില്ല? ഐ ക്യാൻ മൂവ് ഫോർവേഡ്. Okay. So next thing, effect of feedback on stability. അപ്പൊ നമ്മൾ ഗെയിനിലുള്ള എഫക്ട് പറഞ്ഞു. ഗെയിനിലുള്ള എഫക്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. it may increase, it may decrease. Okay, but it depends on frequency of operation. ഇനി സ്റ്റെബിലിറ്റിയിൽ എന്ത് മാറ്റാണ് അത് വരുത്തുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. ജി എന്ന് പറയുന്ന ഇത് മാത്രം, ഈ പോർഷൻ മാത്രമല്ല, ജി ഫീഡ് ഫോർവേഡ് മാത്രമുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിന്റെ ഗെയിന് ജി ആയിരുന്നു. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് കൊടുത്ത സമയത്ത് എന്തായിരിക്കും അതിന്റെ ഗെയിന്? എച്ച് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് കൊടുത്തു. ഓൾസോ ദിസ് ഇസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും? G/1 + GH. ഫീഡ്ബാക്ക് ഇല്ലാത്തപ്പോ ജി ആയിരുന്നു. ഒരു
നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തപ്പോ G/1+GH ആയി മാറി ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാ, അല്ലെങ്കിൽ ഒരു സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയാം? നിങ്ങൾ ഈ ബിബോ സ്റ്റെബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സിഗ്നൽസിലെ ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൗണ്ടറിയില് വാല്യൂസ് സെയിം. നമ്മളൊരു ബൗണ്ടഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താല്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റിന്റെ ഉള്ളിലുള്ള ഇൻപുട്ട് കൊടുത്താൽ ലിമിറ്റിന്റെ ഉള്ളിലുള്ള ഔട്ട്പുട്ട് തരണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു ഫൈനൈറ്റ് ഇൻപുട്ട് കൊടുത്താൽ അതൊരു ഫൈനൈറ്റ് ഔട്ട്പുട്ട് തന്നെ തരണം, ഇൻഫിനിറ്റി തരാൻ പാടില്ല. ഓക്കെ, ഇൻപുട്ട് കമാൻഡിനെ ഫോളോ ചെയ്യാൻ പറ്റണം. അത്തരം സിസ്റ്റംസിനെയാണ് സ്റ്റേബിൾ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോ നമ്മൾ ഒരാൾ അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് എപ്പോഴാണ് പറയാ? ഇതൊക്കെ ഈ സിസ്റ്റംസിനെ സ്റ്റഡി ചെയ്യാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. ഹ്യൂമൻ ബീയിങ് ഒരു വെൽ നോൺ സിസ്റ്റം ആണ്. നമുക്ക് നമ്മളെ വെച്ചിട്ട് തന്നെ ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഒരു സിസ്റ്റം ഒരാളെപ്പോഴാ സ്റ്റേബിൾ ആവുക നോക്കിയാൽ മതി. ആ സ്റ്റേബിൾ ആവുന്നത് എപ്പോഴാ? ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചുള്ള ഒരു പ്രതികരണമായിരിക്കണം അയാൾ തരേണ്ടത്. ഓക്കെ, അപ്പോ ആ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയും നമ്മൾ. ഒരാള് സ്റ്റേബിൾ അല്ല എന്ന് എപ്പോഴാ പറയാ? നമ്മൾ ഒരാളോട് അയാൾ സന്തോഷിക്കേണ്ട ഒരു വർത്താനം പറയുമ്പോൾ അയാൾ കരയാണ്, അപ്പൊ അയാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ഈസ് നോട്ട് മെന്റലി സ്റ്റേബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോ ഇൻപുട്ട് കമാൻഡിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ്, ദിസ് ആർ സ്റ്റേബിൾ സിസ്റ്റംസ്. ഇഫ് എ സിസ്റ്റം കനോട്ട് follow input command, that system is unstable system. ഇനി ബാക്ക് ടു ദിസ്, ഇവിടെ വരുമ്പോ നമ്മുടെ ഗെയിന് G/1+GH ആയി മാറി. ഇനി ഈ GHന്റെ വാല്യൂ സപ്പോസ് ഒരു പെർട്ടിക്കുലർ കേസില് GHന്റെ വാല്യൂ നമ്മൾ കൊടുത്ത വാല്യൂ -1 ആണ് നോക്കും. ഓക്കെ, GHന്റെ വാല്യൂ -1 ആണ്. -1 ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഓവറോൾ ഗെയിൻ എന്തായിട്ട് മാറും? ഈ GHന്റെ വാല്യൂ -1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ദിസ് ഈസ് -1. എന്താണ് 0 ആവുക? ഈ ഡിനോമിനേറ്റർ 0 ആവും. ദാറ്റ് മീൻസ് ദ ഓവറോൾ ഗെയിൻ വിൽ ബിക്കം വാട്ട്? ഇൻഫിനിറ്റി ആവും. അപ്പൊ നമ്മൾ ഈ ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? നല്ല സ്റ്റേബിൾ ആയി G എന്ന് പറയുന്ന ഗെയിന് തന്നിരുന്ന ഒരു സിസ്റ്റം എന്തായി മാറി? അതിന്റെ ഗെയിന് ഇൻഫിനിറ്റി ആയി. ദാറ്റ് മീൻസ് ഔട്ട്പുട്ടും ഇൻഫിനിറ്റി ആയി മാറുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ സിസ്റ്റം ബിക്കം അൺസ്റ്റേബിൾ. അപ്പോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ അൺസ്റ്റേബിൾ ആക്കാൻ ഒരു ഫീഡ്ബാക്ക് മതി എന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലെ? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന G എന്ന് പറയുന്ന ഗെയിൻ ഉള്ള ഒരു സിസ്റ്റത്തിനെ നമ്മൾ ഒരു H കൊടുത്തു. സോ ദാറ്റ് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് G into H is equal to -1. ഓക്കെ, നമ്മൾ കൊടുത്തത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു. അപ്പോ ഗെയിന് G/1+GH ആയിരുന്നു. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്തു? GH -1 ഉള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്ത സമയത്ത് ഈ ഗെയിന് ഇൻഫിനിറ്റി ആയി മാറി. സോ ദാറ്റ് ദ സിസ്റ്റം ബിക്കം അൺസ്റ്റേബിൾ സിസ്റ്റം ആയിട്ട് മാറി. ഓക്കെ, അപ്പോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ അൺസ്റ്റേബിൾ ആക്കാൻ ഒരു ഫീഡ്ബാക്ക് കൊടുത്താൽ സാധിക്കും. ഇനി നേരെ തിരിച്ച്, ഇപ്പൊ ഇതൊരു അൺസ്റ്റേബിൾ സിസ്റ്റം ആണ്. ഓക്കെ, നൗ ഒരു അഡീഷണൽ ഫീഡ്ബാക്ക് കൂടി ഇതിന് കൊടുക്കാം നമ്മൾ. ഓക്കെ, അതിന്റെ പുതിയ ഫീഡ്ബാക്ക് പാത്തിലെ ഗെയിൻ എന്ന് പറയുന്നത് F ആണ്. ഓക്കെ, ഇതും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ, അതിന്റെ ആക്ച്വൽ ഫിഗറിലോട്ട് പോകും. സോ ദിസ് ഈസ് ദ ഫിഗർ. G ഉണ്ട്, H ഉണ്ട്, ദെൻ ഒരു അഡീഷണൽ ഫീഡ്ബാക്ക് പാത്തും കൂടി കൊടുത്തു F. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിന്റെ അൺസ്റ്റേബിൾ ആണ് സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ ഗെയിന്
എന്തായിരുന്നു ഈ സിസ്റ്റത്തിന്റെ ഗെയിൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രകാരം G/1 + GH ആണ് അല്ലെ? അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ഫീഡ്ബാക്ക് പാത്ത് കൊടുത്തു, അതിന്റെ ഗെയിന് എഫ് ആണ്. അപ്പൊ ഇതെന്തായിട്ട് മാറും? പുതിയ ഈ ഓവറോൾ സിസ്റ്റത്തിന്റെ ഗെയിന് എങ്ങനെ ചേഞ്ച് ആവും ഒരു അഡീഷണൽ ഫീഡ്ബാക്ക് കൂടി കൊടുത്താലേ? G/1 + GH divided by 1 + G/1 + GH into F. ബ്ലോക്കിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ G/1 + GH ആണ്. ആ ബ്ലോക്കിന് നമ്മൾ വീണ്ടും എന്താണ് എഫ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി കൊടുത്തേക്കാണ്. അപ്പോ നമ്മൾ ഈ വാല്യൂ ആണ് നമ്മുടെ ജിക്ക് പകരമുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ, അപ്പൊ G/1 + G into H. അപ്പൊ അവിടെ ജിക്ക് പകരം G/1 + GH ആണ്, എച്ചിന് പകരം എഫ് ആണ്. ആ ഇക്വേഷൻ ആണിത്. അപ്പൊ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ഇതെന്തായിരിക്കും? 1 + GH + GF divided by 1 + GH എന്ന് കിട്ടും. We can cancel these two terms. ബാക്കി റിമൈനിങ് എന്തായിരിക്കും? G/1 + GH + GF ആയിരിക്കും. ഇതാണ് നമുക്ക് ഈ രണ്ട് ഫീഡ്ബാക്ക് ഉള്ള ഇതിന് കിട്ടാം. ഓക്കെ, അപ്പോ G/1 + GH ഇത് -1 ആണ്. ഇത് അൺസ്റ്റേബിൾ ആയിരുന്നു സിസ്റ്റം. നമ്മളൊരു പുതിയ ഫീഡ്ബാക്ക് കൊടുത്തപ്പോ ഈ എഫിന്റെ വാല്യൂവിനനുസരിച്ച് ഈ സിസ്റ്റത്തിനെ നമുക്ക് വീണ്ടും സ്റ്റേബിൾ ആക്കാം. ഈ വാല്യൂ എന്താണെങ്കിൽ ഇത് സ്റ്റേബിൾ ആവും? GF എന്ന് പറയുന്ന വാല്യൂ ഏത് വാല്യൂ ആണെങ്കിൽ ഈ സിസ്റ്റം സ്റ്റേബിൾ ആവും? അത് -GH ആ? -GH ആവണമെന്നില്ല അല്ലെ? -GH ആയാലും സ്റ്റേബിൾ ആണ്. വെരി ഗുഡ്. ഇനി ഈ വാല്യൂ ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? ഇത് -1 ആണ്. അപ്പൊ 1ഉം -1 കൂടി ഈ ഭാഗം 0 ആയിപ്പോയി അല്ലെ? ഇനി GF എന്നുള്ളത് 0 അല്ലാത്ത ഏത് വാല്യൂ വന്നാലും ഈ സിസ്റ്റം എന്താണ്? സ്റ്റേബിൾ ആണ്. കാരണം ഇൻഫിനിറ്റി വരില്ല. 0 എന്നാൽ എന്ത് സംഭവിക്കും? 1 - 1 + 0 വരും. സിസ്റ്റം അൺസ്റ്റേബിൾ ആയി. ഇനി 0 അല്ലാത്ത 1 വന്നു. 1 വന്നാൽ എന്ത് സംഭവിക്കും? 2 1 -1 1 വരും. അപ്പോ റിസൾട്ടിങ് GN ആയിരിക്കും. 2 ആണെങ്കിലോ 1 - 1 + 2, ദാറ്റ് മീൻസ് 2 ആയിരിക്കും. G/2 ആയിരിക്കും. ഇനി അങ്ങനെ ഏത് വാല്യൂ വന്നാലും GFന്റെ വാല്യൂ വന്നാലും ഈ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. സോ ബൈ പ്രോപ്പർലി സെലക്ടിങ് F we can stabilize the system. ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്താണ്? ബൈ പ്രൊവൈഡിങ് എ ഫീഡ്ബാക്ക് we can unstabilize or destabilize a stable system, and also we can stabilize a unstable system. രണ്ടും സാധിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനും സാധിക്കും, അൺസ്റ്റേബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കാനും ഫീഡ്ബാക്കിനെ കൊണ്ട് സാധിക്കും. Is it clear? അതെ സർ, ക്ലിയർ ആണ്. എന്താണ് ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ.